ഗൈസ്, അപ്പോൾ നമ്മൾ അയർലാൻഡിലെ സ്ലൈഗോ കൗണ്ടിയിലുള്ള ഇനിസ്കോർ എന്ന് പറഞ്ഞിട്ടുള്ള ബീച്ചിലേക്ക് പോവാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ അവിടുത്തെ വിശേഷങ്ങളാണ്. അപ്പോൾ ഓക്കെ ഗൈസ്, വെൽക്കം ടു മൈ ചാനൽ, ഇറ്റ്സ് മീ കൃഷ്ണ. അപ്പോൾ ഇത് പോണ വഴിയിലുള്ള കാഴ്ചയാണ് കേട്ടോ. ഇത് നല്ല ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട്. അപ്പുറം ഇപ്പുറം ഫുള്ള് പച്ചപ്പിൽ മരങ്ങളൊക്കെ ഇങ്ങനെ റോഡിനിങ്ങനെ മറച്ച് നല്ല രസമാണ് കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. പിന്നെ നമുക്ക് പോണ വഴിയിൽ സൈഡിൽ കുറേ വിൻഡ് മില്ലൊക്കെ ഉണ്ട് കേട്ടോ. നല്ല രസമാണ്, അടുത്ത് നമുക്ക് കാണാൻ വേണ്ടി പറ്റും കേട്ടോ. അങ്ങനെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ ഇപ്പോൾ നല്ല എന്താ പറയുക, സമ്മറൊക്കെ ആയി, നല്ല വെതറൊക്കെ ആയി. അപ്പോൾ ഇപ്പോൾ ഫുള്ള് കൊഴിഞ്ഞ് പോയ ഇലകളൊക്കെ വന്ന് ഫുള്ള് പച്ചപ്പാണ് കേട്ടോ. എവിടെ നോക്കിയാലും ഫുള്ള് പച്ചപ്പാണിപ്പോൾ. അങ്ങനെ നല്ല രസമാണ് കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. പിന്നത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ ഇപ്പോൾ അത്യാവശ്യപ്പെട്ട ഒഴിഞ്ഞു കിടക്കണ പറമ്പിലൊക്കെ ഇപ്പോൾ നന്നായിട്ട് പശുക്കളും അതുപോലെ കുതിരകൾ, ചെമ്മരിയാട്, അതുപോലെ മുയലൊക്കെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇപ്പോൾ അത്യാവശ്യം നല്ല വെതറായതുകൊണ്ട് ഫുള്ള് എല്ലാത്തിനെയും ഇപ്പോൾ നന്നായിട്ട് കാണാൻ പറ്റും കേട്ടോ. അങ്ങനെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മൾ ഏകദേശം എത്താറായിട്ടുണ്ട്. അപ്പോൾ ഇതേ നമ്മൾ ബീച്ചിൽ എത്തിയിട്ടുണ്ട്. അപ്പം നമ്മൾ കാറൊക്കെ പാർക്ക് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഇവിടെ ഒരു ഭയങ്കരമായൊരു ട്വിസ്റ്റ് ഉണ്ടായിട്ടുണ്ട് ഗൈസ്. അപ്പോൾ അത് നമുക്ക് വഴിയെ ഞാൻ പറയുന്നതായിരിക്കും. അങ്ങനെ നമ്മളിതേ കാറൊക്കെ പാർക്ക് ചെയ്ത് നമ്മൾ നടക്കാണ് കേട്ടോ. കുറച്ചും കൂടി നടക്കാണ്ട്. അങ്ങനെ നമ്മളിതേ നടന്ന് നോക്കിയപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഭയങ്കര കാറ്റാണ് ഗൈസ്. ആരും ജാക്കറ്റ് എടുത്തിട്ടില്ല. ഞാൻ എന്തോ ഒരു അബദ്ധത്തിൽ ജാക്കറ്റ് എടുത്ത് കാറിൽ ഇട്ടുകൊണ്ട് ഞാൻ നൈസായിട്ട് അവിടെ നിന്ന് രക്ഷപ്പെട്ട് ഗൈസ്. അപ്പോൾ ബാക്കിയുള്ള ഒരു ജാക്കറ്റ് എടുക്കാത്തതുകൊണ്ട് ഭയങ്കര തണുപ്പായിരുന്നു. കാരണം നല്ല എന്താ പറയുക, നല്ല വെയിലൊക്കെ ഉണ്ടെങ്കിലും കാറ്റടിക്കണോണ്ട് ഭയങ്കര തണുപ്പായിരുന്നു. അത്രയും കാറ്റായിരുന്നു. അങ്ങനെ നമ്മൾ നടന്ന് ബീച്ചിലേക്ക് അങ്ങോട്ട് എത്തണമല്ലോ, കുറച്ച് അകലെയാണ്. പിന്നെ ബീച്ചിൻ്റെ സ്പെഷ്യാലിറ്റീസ് ഒക്കെ പറയുകയാണെങ്കിൽ എന്താ പറയുക, ഒരു 5 കിലോമീറ്ററോളം ഇങ്ങനെ ലോങ് ആയിട്ട് കിടക്കണ ഒരു ഗോൾഡൻ സാൻഡി ബീച്ചാണ് കേട്ടോ. അപ്പോൾ ഇത് സ്ലൈഗോയിലാണുള്ളത്. പിന്നെ ഇവിടെ ഒരുപാട് ഐറ്റംസ് ഉണ്ട് കേട്ടോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഈ സർഫിങ്, കയാക്കിങ്, ഡൈവിങ്, അതുപോലെ വാട്ടർ സ്കൈങ് എന്ന് പറഞ്ഞിട്ട്, സീലിംഗ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ഐറ്റംസ് ഈ ബീച്ചിൽ അലൗഡ് ആണ്. അതുപോലെ എന്താ പറയുക, ഇവിടെ അതുകൊണ്ട് ഈ വക പരിപാടിയൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും കേട്ടോ. എന്താ പറയുക, അതുപോലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള, ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള സ്വിമ്മിങ് ബീച്ചാണെന്നാണ് കേട്ടോ ഇതിനെ പറയാറ്. ഇത് കണ്ടോ, ഇവിടെ സാൻഡിൽ ഇങ്ങനെ കാറ്റ് വീശിയിട്ട് ഇങ്ങനെ ഒരു ലെയർ പോലെ അതിങ്ങനെ പോകുന്നുണ്ട് കേട്ടോ. ക്യാമറ വീഡിയോയിൽ അത്ര വിസിബിൾ അല്ല, പക്ഷെ നല്ല രസമുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. ഞാൻ ആടിയൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ. കാരണം ഭയങ്കര കാറ്റായിരുന്നു. ഒരു സൈഡിൽ നിന്ന് ഫുള്ള് കാറ്റ് വീശിയിട്ട് നമ്മളിങ്ങനെ തിരിഞ്ഞാൽ ഇങ്ങനെ പറന്നു പോണ പോലെ, കൺട്രോളിലേക്ക് പറന്നു പോകുന്നു പറയില്ല, അതുപോലത്തെ അവസ്ഥയായിരുന്നു. ഇങ്ങനെ നമ്മളിത് ഇവിടെ കണ്ടോ വെള്ളം. അപ്പോൾ ഈ വെള്ളം എവിടെ നിന്നാണ് വരുന്നതെന്ന് ഈ വീഡിയോയിൽ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് അപ്പുറത്തേക്ക് കിടക്കണമല്ലോ. അപ്പോൾ ഇവിടെ വെള്ളം ആയതുകൊണ്ട് നമ്മൾ അവിടെ ആൾക്കാർ കിടക്കണ കണ്ടതുകൊണ്ട് നമ്മൾ ഇവിടെ നിന്ന് അങ്ങോട്ട് പോവാണ് കേട്ടോ. അപ്പോൾ ഇപ്പുറത്തെ സൈഡിൽ അത്ര അധികം ആൾക്കാരില്ല കേട്ടോ, ഫുള്ള് അപ്പുറത്തെ സൈഡിലായിരുന്നു. അങ്ങനെ ദേ ഓൾമോസ്റ്റ് കുറേ പേരൊക്കെ ഇങ്ങനെ കളിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ, വെള്ളത്തിൽ കൂടെ ഒക്കെ നടക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ നോക്കിയപ്പോൾ ഫുള്ള് വെള്ളമായിരുന്നു. നമ്മൾ വിചാരിച്ച ചെറിയൊരു ഇതുണ്ടെന്ന്, പക്ഷേ ഉണ്ടായില്ല, ഫുള്ള് വെള്ളമായിരുന്നു. അപ്പോൾ വെള്ളമാണെങ്കിൽ നല്ല തണുപ്പാണ് കേട്ടോ. അപ്പോൾ നമ്മൾ കടക്കാൻ വേണ്ടിയിട്ട് വേറെ വഴി നോക്കിയപ്പോൾ ഒരു ചെറിയൊരു വഴി കണ്ടു. അങ്ങനെ അതിൽ കൂടെ കയറിയിട്ട് ചെറിയൊരു ബ്രിഡ്ജ് ഉണ്ട്, അത് കൂടെ ഇങ്ങനെ നടക്കാണ്. എന്നിട്ട് അപ്പം നമുക്ക് അപ്പുറത്തേക്ക് പോകാം. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ കണ്ടോ, ഇവിടെ ഒരു ചെറിയൊരു കനാല് പോലെ എന്ന് വേണമെങ്കിൽ പറയാം, അതുപോലത്തെ ഒരു ചെറിയൊരു സംഭവമുണ്ട്. ഈ വെള്ളമാണ് ആ സാൻഡിൽ കൂടെ പോയിട്ട് കടലിലേക്ക് പോകുന്നുണ്ട് കേട്ടോ. അത് അങ്ങനെ നമ്മൾ നടക്കാണ്. ക്യാമറ നന്നായിട്ട് അനങ്ങുന്നുണ്ട്, കാരണം കാറ്റ് വീശിയിട്ട് ഭയങ്കരമായിട്ട് ഷെയ്ക്ക് ആവുന്നുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ അപ്പോൾ കുറേ പിള്ളേരൊക്കെ നടക്കുന്നുണ്ടായിരുന്നു കേട്ടോ. നല്ല കളിയായിരുന്നു സത്യം പറഞ്ഞാൽ. അവർ നല്ല രസമുണ്ടായിരുന്നു. പിന്നെ അവിടെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് സർഫിംഗ് ആണ് കേട്ടോ. എനിക്ക് തോന്നുന്നു പാരച്യൂട്ട് സർഫിംഗ് ആണെന്ന് തോന്നുന്നു കേട്ടോ. അങ്ങനെ അവിടെ കുറേ പേര് ഇതാക്കുന്നുണ്ട്. അതുപോലെ നിറച്ച് ഡോഗ്സ് ആയിരുന്നു കേട്ടോ. എന്ന് വെച്ചാൽ നമ്മൾ ആൾക്കാരുടെ അത്ര തന്നെ ഡോഗ്സ് ഉണ്ടായിരുന്നു എന്നൊക്കെ വേണമെങ്കിൽ പറയാം. കാരണം എല്ലാവരുടെ കയ്യിലും ഓരോ ഡോഗ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ അവിടുത്തെ അത്യാവശ്യം കുറച്ച് പേരൊക്കെ ആ സംഭവം ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അതൊക്കെ നമ്മളിങ്ങനെ കണ്ട് നടക്കാണ്.
സത്യം പറഞ്ഞാൽ നമുക്ക് അങ്ങേ അറ്റത്തേക്ക് ബീച്ചിൻ്റെ ആ ഒരു വേവ്സ് ഒന്ന് കാണാനുള്ള ഒരു ഇതുണ്ടായിരുന്നില്ല കേട്ടോ. കാരണം അത്ര തണുപ്പായതുകൊണ്ട് നമ്മൾ ഓൾമോസ്റ്റ് അവിടെ എത്താൻ വേണ്ടി നിന്നില്ല. അതിക്ക് മുന്നേ നമ്മൾ തിരിച്ചു പോന്നു കേട്ടോ. അങ്ങനെ നമ്മൾ നടക്കുകയാണെങ്കിൽ ഞാൻ കണ്ടില്ലേ ഫുള്ള് പുതച്ച് മൂടി എന്താ പറയുക ജാക്കറ്റ് വെച്ച് പുതച്ച് നടക്കാൻ കേട്ടോ. അത്ര തണുപ്പായിരുന്നു. അങ്ങനെ നമ്മളിത് നടന്ന് തിരിച്ച് വീട്ടിലേക്ക് പോകണം കേട്ടോ. അപ്പം നമുക്ക് പോണ വഴിയിൽ നമ്മളെ എല്ലാ സ്ഥലത്തും കാണുന്ന പോലെ തന്നെ ഒരു ഇൻഫർമേഷൻ ബോർഡ് പോലെ ഒരു ചെറിയൊരു സംഭവം ഉണ്ടായിരുന്നു. അവിടുത്തെ ഐറ്റംസൊക്കെ ഈ ചിപ്പി സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ എന്താണ് അതിൻ്റെ എന്തൊക്കെയോ സംഭവങ്ങളൊക്കെ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുപോലെ അവിടുത്തെ ഫ്ലവേഴ്സിൻ്റെ പേര്, അവിടെ എന്തൊക്കെ ഫ്ലവേഴ്സ് കാണും, എന്തൊക്കെ ഐറ്റംസ് അവിടെ കാണും, അത് എന്തൊക്കെയാണെന്നൊക്കെ എഴുതി വെച്ചിട്ടുള്ള ഒരു ചെറിയൊരു ഇൻഫർമേഷൻ ബോർഡ് പോലത്തെ ഒരു സംഭവം കേട്ടോ. അങ്ങനെ നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോവാണ് കേട്ടോ. അപ്പോൾ ഭയങ്കര തണുപ്പായതുകൊണ്ട് നമുക്ക് ഒട്ടും കൺട്രോൾ ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പം നമ്മൾ തിരിച്ച് വീട്ടിൽ പോവാണ്. പോണ വഴിക്ക് കണ്ടു പപ്പികൾ എന്ന് വെച്ചാൽ എന്താ പറയുക, ഭയങ്കര രസമാണ്. എല്ലാവരുടെ കയ്യിൽ ഇതുപോലത്തെ ഭയങ്കര ക്യൂട്ടായിട്ടുള്ള ഡോഗ്സ് ഉണ്ടാവും കേട്ടോ. പിന്നെ ഇത് വോൾഫിൻ്റെ ഒരു ചെറിയൊരു മിനി വേർഷൻ എന്ന് വേണമെങ്കിൽ പറയാം. എനിക്ക് തോന്നുന്നു ചിൽഡ്രൻസിന് എനിക്ക് തോന്നുന്നു പ്രാക്ടീസ് ചെയ്യാനുള്ളത് അങ്ങനെ എന്തൊക്കെയാണെന്ന് തോന്നുന്നു. അങ്ങനെ നമ്മൾ ശരിക്കും ഒരു കോഫി കുടിക്കാൻ വേണ്ടി വന്നതാണ്. പക്ഷേ അവിടെ കോഫി ഉണ്ടായിരുന്നില്ലേ ഗൈസ്. അപ്പോൾ നമ്മൾ ഐസ്ക്രീം മേടിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ ഐസ്ക്രീം മേടിക്കാൻ വേണ്ടിയിട്ട് കയറിയപ്പോൾ ഇവിടെ കണ്ടു നിറച്ച് ഐറ്റംസ് ആയിരുന്നു കേട്ടോ. കുട്ടികൾക്ക് കളിക്കാൻ വേണ്ടി മണ്ണിലൊക്കെ കളിക്കാൻ വേണ്ടിയിട്ടുള്ള ഫുള്ള് നിറച്ച് ഐറ്റംസ് അവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ഐസ്ക്രീമൊക്കെ മേടിച്ച് കഴിച്ച് തിരിച്ച് വീട്ടിൽ പോവാണ് ഗൈസ്. അപ്പോൾ എന്താ പറയുക, എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇനിയും ഇതുപോലെയുള്ള കുഞ്ഞു കുഞ്ഞു വീഡിയോ ഒക്കെ ആയിട്ട് ഇൻഫർമേറ്റീവും അതുപോലെ ഇതുപോലത്തെ പ്ലേസുകളിലൊക്കെ പോകണ കുഞ്ഞു കുഞ്ഞു വീഡിയോ ഒക്കെ ആയിട്ട് ഞാൻ വീട്ടിൽ വരുന്നതായിരിക്കും. അപ്പോൾ ഓക്കെ ഗൈസ്, ഇതൊക്കെ ഇത്രയുള്ളൂ. ബൈ.